നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അലയൊലികൾ അവസാനിച്ചതോടെ വരാനിരിക്കുന്ന ഉപതിരഞ്ഞെടുപ്പുകൾക്കായുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാ പാർട്ടികളും. ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലടക്കം വളരെ ആവേശകരമായ മത്സരമായിരുന്നു നടന്നത്. ബി.ജെ.പിക്ക് ഒരു സീറ്റിൽ മാത്രമേ കേരളത്തിൽ ജയിക്കാനായിട്ടുള്ളൂ എങ്കിലും പല മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്തെത്താനും വോട്ട് ശതമാനം ഉയർത്താനും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലൂടെ സാധിച്ചു. അതിനാൽ തന്നെ ബി.ജെ.പിയെ ഭയക്കണമെന്ന് കോൺഗ്രസ് എം.പി ശശി തരൂർ അടക്കം കോൺഗ്രസിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇപ്പോഴിതാ കേരളത്തിൽ രാഷ്ട്രീയ മാറ്റം ഉടലെടുക്കുന്നുവെന്ന് വ്യക്തമാക്കുകയാണ് ബി.ജെ.പി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 37 നിയോജക മണ്ഡലങ്ങളിൽ ബി.ജെ.പിയുടെ വോട്ട് ശതമാനം 25% മുകളിലാണെന്നും ചെറിയ തരംഗമടിച്ചാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒറ്റകക്ഷിയായും ബി.ജെ.പിക്ക് മാറാൻ വരെ സാധ്യതയുണ്ടെന്നും സന്ദീപ് ജി വാര്യർ പറയുന്നു. ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലാണ് സന്ദീപ് ജി വാര്യരുടെ കണക്കുകൾ നിരത്തിയുള്ള പരാമർശം. എന്തുകൊണ്ട് CPM-ഉം കോൺഗ്രസും മാധ്യമങ്ങളും ഒരേപോലെ കേരളത്തിലെ ബി.ജെ.പിയുടെ മുന്നേറ്റത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് കേവലം തൃശൂരിൽ നേടിയ ജയം കൊണ്ട് മാത്രമല്ല എന്നാണ് നമ്മൾ കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 5% മുതൽ മുകളിലോട്ട് ചെറിയ ഫ്ലക്ച്വേഷൻ ഉണ്ടായാൽ ബി.ജെ.പി ജയിക്കാവുന്ന എത്ര നിയോജക മണ്ഡലങ്ങൾ കേരളത്തിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ലോക്സഭാ റിസൾട്ട് പ്രകാരം 37 നിയോജക മണ്ഡലങ്ങളിൽ ബി.ജെ.പിയുടെ വോട്ട് ശതമാനം 25%-ന് മുകളിലാണ്. അതായത് ഒരു ചെറിയ തരംഗമടിച്ചാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി.ജെ.പി മാറിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. അതേസമയം 20%-ൽ കൂടുതൽ വോട്ടുള്ള മണ്ഡലങ്ങൾ നോക്കിയാൽ എണ്ണം ഇനിയുമേറെ കൂടും. ചാലക്കുടിയിലെയും മാവേലിക്കരയിലെയും ചില നിയോജക മണ്ഡലങ്ങളും നിയമസഭയിലെ സാഹചര്യം വച്ച് ഈ കണക്കിൽ ഉൾപ്പെടുത്തിയാൽ വിജയിച്ചു വരാവുന്ന സീറ്റുകളുടെ എണ്ണം 40-ലധികമായി ഉയരും. മാത്രമല്ല, തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകൾ, 25-ലധികം മുനിസിപ്പാലിറ്റികൾ, 100-ലധികം ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയിലും അടുത്ത തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി അധികാരത്തിലെത്തും. അതിലേറെ സ്ഥലങ്ങളിൽ പ്രതിപക്ഷമായി ബി.ജെ.പി മാറുകയും ചെയ്യും. ബി.ജെ.പി പ്രവർത്തകർ ഒന്നുണർന്ന് പ്രവർത്തിച്ചാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോടെ മാറിമറിയുമെന്നും സന്ദീപ് ജി വാര്യർ പറയുന്നു. അതേസമയം വരുന്ന ഉപതിരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് മാത്രമല്ല തൃശൂർ ജില്ലയിലെ ചേലക്കരയും ബി.ജെ.പിക്ക് വിജയ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. സുരേഷ് ഗോപിയുടെ വിജയം നൽകിയ ആവേശത്തിൽ ബി.ജെ.പി പ്രവർത്തകർ കൈമെയ് മറന്ന് പ്രവർത്തിച്ച് ബി.ജെ.പിയെ നിയമസഭയിലെത്തിക്കാനുള്ള അസുലഭാവസരം ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ടെന്നും സന്ദീപ് ജി വാര്യർ പറയുന്നു. അതേസമയം കഴിഞ്ഞ തവണ CPM-ന്റെ സഹായത്തോടെ കഷ്ടിച്ചാണ് പാലക്കാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഷാഫി വിജയിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. ആവേശഭരിതമായ വോട്ടർമാർ ഇത്തവണ എന്നാൽ അതിനെയും മറികടക്കും. ഈ മാറ്റങ്ങളെല്ലാം തിരിച്ചറിഞ്ഞാണ് CPM-നെയും കോൺഗ്രസിനെയും മാധ്യമങ്ങളെയും ആശങ്കയുടെ നിഴലിലാഴ്ത്തിയിരിക്കുന്നത്. പ്രിയങ്കയെ കണ്ടാൽ ഇന്ദിരയെ പോലെയുണ്ടെന്ന പൈങ്കിളിയുമായി കോൺഗ്രസിനെ പരിപോഷിപ്പിക്കാൻ ഇടങ്ങിയവരിൽ ഇടത് മാധ്യമ പ്രവർത്തകർ വരെയുണ്ടെന്നും ഇടതിന്റെ പണി കഴിഞ്ഞെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണിതെന്നും അദ്ദേഹം പറയുന്നു. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ ചെറുക്കാൻ ഇന്ത്യ മുന്നണിയായി ഇടതും കോൺഗ്രസും മത്സരിക്കും. അതിൽ ഒരു സംശയം വേണ്ടെന്നും സന്ദീപ് ജി വാര്യർ തുറന്നടിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.